ലാസ്റ്റ് രാത്രി ആയപ്പോ ഒരു പുള്ളി നമുക്ക് സ്റ്റെയർ ഇടയാക്കി തന്നിട്ടുണ്ട്. ആ ഇത് ഫുള്ള് ഇലയാട്ടോ. ഇവിടുത്തെ ക്വാളിറ്റി വൈസ് ചായപ്പൊടി ആട്ടോ ഇതുണ്ട്. കണ്ടോ ചെറു പന്നിക്കുട്ടനുണ്ട് കേട്ടോ. രണ്ട് പശുക്കൾ ഇവിടെ. പയറും ഇവിടെ ഇഷ്ടംപോലെ ആയിട്ട് തക്കാളീൻ്റെ ഒക്കെ എല്ലാത്തിനും മരങ്ങളാണ്. അടുത്തന്നെ ഇവിടെ കൂടുതൽ മരം യൂസ് ചെയ്യുന്നുണ്ട്. മരന്ന് കിടക്കുന്ന എന്റെ മോനെ. അവിടുത്തെ മണ്ണ് വേറേതാ, ഇവിടുത്തെ മണ്ണിൽ നമ്മൾ ഇങ്ങനെ പൊന്മുട്ട. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിതാ ഈ ചേച്ചിയുടെ വീട്ടിലാട്ടോ ഇന്നലെ താമസിച്ചത്. ടൊക്കോബടി, ആസാമിലെ ടൊക്കോബടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ഇറ്റാനഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുക, ഞങ്ങൾ ഒരു ടെൻ്റ് അടിക്കാൻ വേണ്ടി സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവരൊക്കെ പരിചയപ്പെട്ടത്. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ്. സൂര്യനൊക്കെ പോയി കേട്ടോ. നമ്മളിതാ ചെറിയൊരു ഗ്രാമമല്ല നമ്മളല്ല അങ്ങനെ സ്ഥലത്തൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ സ്ഥലത്തൂടെ ആട്ടോ നമ്മളെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ രാത്രി ആയിട്ടില്ല. സൂര്യനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ രാത്രി ആയിട്ടില്ല. കുറച്ച് ദൂരം പോകാൻ ചേച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് രാത്രി ആയപ്പോൾ ഒരു പുള്ളി നമുക്ക് സ്റ്റെയർ ഇടയാക്കി തന്നിട്ടുണ്ട്. ഈ കാറിൻ്റെ ബേക്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യാം കേട്ടോ. അവിടത്തേക്ക് എത്താനുള്ള വഴിയാണിത്. കുറേ നേരം സംസാരിച്ച് ചായയൊക്കെ മേടിച്ച് തന്ന് എന്നിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുള്ളൂ എന്നാണ് പറഞ്ഞത്. മൂപ്പരെ ദീദീൻ്റെ വീട്ടിലേക്കാട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. നല്ല ആള്, ഇരുടാണ്. ഈ വീട്ടിലാട്ടോ നമുക്ക് റെഡിയാക്കിയിരിക്കുന്നത്. ആദ്യം സൈക്കിള് ഈ സൈഡിലായിട്ടും വെക്കാം. ഈ ചേട്ടനാട്ടോ നമുക്ക് ഇവിടെയൊക്കെ സെറ്റാക്കി തന്നത്. താങ്ക് യു. आपका मेरा मोबाइल नंबर लीजिए. कुछ कहीं आपका दिक्कत पड़ गया तो मेरे को फोन कीजिए आप. हाँ ओके ओके. कहीं अगर असम में कहीं आपको ऐसा प्रॉब्लम हो गया हाँ तो हम लोग का सिस्टम है, हम लोग बता देंगे. हाँ. आपको कहीं दिक्कत नहीं होगा. ओके താങ്ക് യു. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് ഒരു ഫാക്ടറി കാണാൻ വേണ്ടിയിട്ട് ചേട്ടൻ കൊണ്ടുപോകാം കേട്ടോ. ടീ ഫാക്ടറി കാണാണ്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. കാറിലാട്ടോ പോകുന്നത്. ഇവിടുന്ന് എത്രയോ കിലോമീറ്റർ ഉണ്ട്, അതുകൊണ്ടാണ്. നമ്മൾ ഫാക്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ദൂരമുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇവിടുന്ന് വെയിറ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. വണ്ടി വെച്ചിട്ട് എത്ര കിലോ ഉണ്ടെന്ന് വെയിറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുപോവുക. ഇവിടുന്ന് കേട്ടോ വെയിറ്റ് നോക്കുന്നത് 2750 കിലോ ആണ് കാണിക്കുന്നത് അവിടെ. ആ ഇത് ഫുള്ള് ഇലയാട്ടോ. നോക്കിക്കേ, ഫുള്ള് ഇലയാട്ടോ. ചായൻ്റെ ഇലയാണ് ഇത്. ഫുള്ള് ഡ്രൈ കറിനൊക്കെ ഇല്ലേ എടുക്കാന്ന്. ആ ഇത് ഫുള്ള് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചായിരിക്കാണല്ലോ. നോക്കിക്കേ, അടിപൊളി. ഇവർ രാവിലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അതിന് ഫുള്ള് ഇങ്ങനെ കിടക്കുന്ന ഫുള്ളായിട്ട് ചായയുടെ ഇലയാണ്. ഇനി ഇത് ഉണക്കിയിട്ട് നാളെയാണ് ഇതിൻ്റെ ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ടാവുക, ഇന്നുണ്ടാവില്ല. ഇതൊക്കെയാട്ടോ ഇതിൻ്റെ മെഷീൻസ് ഒക്കെ. പക്ഷേ നമുക്ക് ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് ജസ്റ്റ് വീഡിയോ എടുത്തത്. ഈ മെഷീനിൽ വെച്ചിട്ടാണ് പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. ഈ മെഷീൻ ക്യാ ക്യാ കരേഗാ? चाय कटिंग करने के लिए. ओ ये अंदर से जाएगा वो कट. ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടും. എന്നിട്ട് इसके अंदर में कट करेगा. ഓ അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവും. മെഷീനൊക്കെ കണ്ടോ, ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സാധനമാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഫിൽറ്റർ ഓ കട്ടിങ് हो गया. हाँ हाँ ഓക്കെ. ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ വരിക കേട്ടോ. ഓരോ സൈഡിൽ കട്ട് ചെയ്ത് ലാസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ഏ റോട്ടൊക്കെ ആ ഓ അങ്ങനെ ആവും. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റും. ഓ മിഷീനിലേക്ക് കൊണ്ടുപോകും കേട്ടോ. മിഷീൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പറ്റാത്തത്, അപ്പോൾ അതെടുക്കുന്നില്ല കേട്ടോ. ഇവിടുത്തെ ക്വാളിറ്റി വൈസ് ചായപ്പൊടി കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചതാണ് ഓൾറെഡി. ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഈ ചെറിയ കട്ട പോലത്തെ ഉരുണ്ട പോലത്തെ. നമ്മുടെ നാട്ടിൽ ഇതിനെക്കാട്ടും ചെറിയ പൊടിയാണ് കിട്ടുക. അതുപോലെ ഇതും കുറച്ചും കൂടി നല്ല ടൈപ്പാട്ടോ, ചെറിയ ഉരുണ്ട പോലത്തെ.
അതും പോരാണ്ട് ഇതാ ഈ ഒരു ടൈപ്പും കൂടി ഉണ്ട്. ഇതും നല്ലതാട്ടോ. നോക്കിയേ, കണ്ടോ, ചെറിയ കുരുമുളകിൻ്റെ ടൈപ്പ് ഒരു സാധനമാണിത്. ഇതും നല്ല അടിപൊളി ക്വാളിറ്റിയാണെന്നാണ് പറഞ്ഞത്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന പൊടിച്ചായ പൊടിയില്ലേ, ആ ഒരു ടൈപ്പാട്ടോ ഇത്. ഇതും ഇവിടെ അവൈലബിൾ ആട്ടോ, ഒരു പൊടി പോലത്തെ ടൈപ്പുള്ള. ഇത് ഫുള്ള് പാക്കിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാട്ടോ. 40 കിലോ ഒക്കെ വരും ഒരു ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നേരോ. ഇതൊക്കെ പാക്കിങ് ഇതേപോലെ സോർട്ട് ചെയ്ത് ക്വാളിറ്റി വൈസ് ആയിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഓരോ സ്ഥലത്തേക്ക് അയക്കാട്ടോ ചെയ്യുന്നത് ഇവർ. നോക്കിയേ, ഫുള്ള് ഈ ടൈപ്പാട്ടോ. ഇവിടെ ആദ്യം തന്നെ തണുത്ത കാറ്റ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 30% ഇത് ഉണങ്ങാണ്ടുണ്ടാവും. അതിനുശേഷം പിന്നെ ചൂട് കാറ്റ് കൊടുക്കും. അങ്ങനെ 3 ടൈപ്പ് കാറ്റൊക്കെ കൊടുത്തിട്ടാട്ടോ ഇത് നല്ല രീതിയിൽ ഉണക്കിയെടുക്കുന്നത്. നമ്മളങ്ങനെ ഫാക്ടറി വിസിറ്റൊക്കെ ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ. ഇതാ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ്. കുറേ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാ ലീഫും എല്ലാ സ്ഥലത്തേക്കും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറേ സ്ഥലത്തുണ്ട് കേട്ടോ, ഏരിയ 1 ഏരിയ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സാധനം ഓരോ സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത്. കാരണം ക്വാളിറ്റി വൈസ് ആയിരിക്കും ഇവർ കിട്ടുന്നത് സാധനങ്ങളൊക്കെ. എങ്ങനെയുണ്ട് അഞ്ചു, കൊള്ളാവോ? ആദ്യമായിട്ടല്ലല്ലോ കാണുന്ന നീ? കേരളത്തിൽ കണ്ടിട്ടില്ലേ? സോ സാഡ്. കരയണ്ട, ഞാൻ കേരളത്തിൽ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമുക്കിതാ ചായപ്പൊടിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇവര്. ഇതാ ഈ ചേട്ടനാട്ടോ തന്നത്. ഇവിടുത്തെ ആളാട്ടോ, വർക്ക് ചെയ്യുന്ന മെയിനായിട്ടുള്ള ആളാണ്. ബീഹാറിലുള്ള ആളാണ്. ഇവിടെ തന്നെ ഇപ്പം ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ തന്നെ സെറ്റിൽ ആയത്. കുറേ 15 സ്ഥലമാണ് ഇതിൽ. 15 വർഷമായിട്ടോ ആസാമിൽ ഡി എസ്റ്റേറ്റിലായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ അകത്തുള്ള ഫുള്ള് ചായപ്പൊടിയൊക്കെ തന്നിട്ടുണ്ട്. താങ്ക് യു. അതുപോലെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഒരു പാക്കറ്റ് ചായപ്പൊടി. ഗംഗ്മോ സെൽഫ് ഹെൽപ്പ് ടീം എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരു ഫാക്ടറീൻ്റെ നോക്കിയ ഫാക്ടറി കിടക്കുന്നത്. നമ്മളിതിനോടൊക്കെ വിട പറഞ്ഞിട്ട് പോവുകയാണ്. ഇനിയിപ്പം ചിലപ്പോൾ അടുത്ത ഫാക്ടറിയിലൊക്കെ കാണുമോ എനിക്കും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. തിരിച്ചു വന്നിട്ട് ഇതാ കട്ടൻ ചായ കുടിക്കാത്ത ഇവിടുത്തെ എത്രാമത്തെ അല്ലേ, 1 2 3 എന്നൊക്കെ പറഞ്ഞ് കുറേ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിതാ. കടയ്ക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഗുഡ് മോർണിംഗ്. ആസാമിലൊരു രാവിലെയായി. ഇതവിടെ മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചെറിയ ചാറ്റൽ മഴയൊക്കെയാണ്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണുള്ളത്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതാ പോർക്ക്, പന്നി, അതുപോലെ ഇവിടെ ഇതാ പന്നിക്കുട്ടനുണ്ട് കേട്ടോ. 2 പന്നിക്കുട്ടനാണ് ഇവർക്കുള്ളത്. തീൻ 3 പന്നിക്കുട്ടൻ. ഗായു കുച്ചിന്. ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ സാധനമൊക്കെ ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, പച്ചക്കറികളൊക്കെ ആയിട്ട്. രാവിലെ കേട്ടോ, എനിക്കാണെങ്കിൽ അലർജി വന്നിട്ട് ഒന്നുകൂടാ. ഇവിടെയൊക്കെ ഇതാ പയറും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നേരം. കോഴി കുഞ്ഞുങ്ങളാട്ടോ. ചോട്ടാ. പിന്നെ കോഴികളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, വൈക്കോൽ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്തിരിക്കുകയാണ്. 2 പശുക്കൾ ഇവിടെയുണ്ട്. സൂപ്പർ വെച്ചായ. ഇതാട്ടോ ഇവരെ വീട്. 2 പട്ടിക്കുട്ടന്മാരും ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഒന്ന് ഇതും ഒന്ന് ഇതും. 2 പട്ടിക്കുട്ടന്മാരാട്ടോ. അതുപോലെ ചെറിയ ഡാലിയല്ലേ ഇത് ഡാലിയാണ്. വലിയ ഡാലിയാട്ടോ ഉള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും വലുതുണ്ടെങ്കിൽ മറ്റേ മലേൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് ഫുള്ള് ക്ലൈമറ്റ് മാറി. ഇന്നലെ വെയിലാണെങ്കിൽ ഇന്ന് നല്ല മഴയൊക്കെ ആട്ടോ. ചെറിയ ചാറ്റൽ മഴയാണ്, വലിയ മഴയായിട്ടൊന്നുമില്ല, ചാറ്റൽ മഴയാണ്. ഇവിടെ മിക്ക വീട്ടിലും ഇതുപോലത്തെ ഒരു സെറ്റപ്പ് എല്ലാ സ്ഥലത്തും കാണും. കാരണം സ്വന്തമായിട്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം മാറി. ഇതുണ്ടോ നമ്മളെ ഇതിൻ്റെ പേര് വഴുതനങ്ങേൻ്റെ ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വേറെ മത്തങ്ങേൻ്റെ അങ്ങനെ എന്തോ വള്ളി പടർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ മുളകുണ്ട്. അതുപോലെ ഇതാ പയറാട്ടോ ഇത്. ഈ ഒരു പയറും ഇവിടെ ഇഷ്ടംപോലെ ആയിട്ട് വള്ളിയായിട്ടുണ്ട്. ഇവർ ഇത് തന്നെയാണ് മുറിച്ച് കറിയൊക്കെ വെക്കുന്നത്. മിക്കത് ഇവർ യൂസ് ചെയ്യുന്നത് ഇവിടെ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ ആട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ പണ്ട്
നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഇതുപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്തും കാണാനില്ല, വളരെ റെയറാണ്. ഈ പശുക്കളും ആടുകളും അതുപോലെ തന്നെ എന്താ പറയുക കോഴികളും എല്ലാം പണ്ട് വളരെ കൂടുതലുണ്ടായിരുന്നു നാട്ടിലൊക്കെ. ഇപ്പോൾ എല്ലാം അന്യോന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവർ സ്വന്തമായിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ പുറത്ത് തന്നെ ഉണ്ടാക്കുക, അത് വെച്ച് കഴിക്കുക, അതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നത്. ഇത് തക്കാളീൻ്റെ ഒക്കെ കുറേ ചെടികളാണ്. പിന്നെ ഇത് നമ്മൾ കടുക കേട്ടോ, അങ്ങനെ കുറേ ഉണ്ട്. അവിടെ കണ്ടോ ക്യാബേജ് ആട്ടോ കാണുന്നത് മുഴുവനായിട്ട്. അങ്ങൊക്കെ ക്യാബേജൊക്കെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ചെമ്പരത്തി പൂവ് ഇവിടെ ഉണ്ട്. മിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ പണ്ടത്തെ നാട്ടിലത്തെ ഒരു ഫീല് നമുക്ക് ഇവിടെ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും. നല്ല രസമാട്ടോ കാണാനായിട്ടൊക്കെ. ചെറിയൊരു സ്ഥലങ്ങളും അടിപൊളിയും നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇവരെ കിച്ചണിൽ മിക്ക സ്ഥലത്ത് യൂസ് ചെയ്യുക മരങ്ങളാട്ടോ, കത്തിക്കാൻ വേണ്ടിയിട്ട് മരങ്ങളാണ് യൂസ് ചെയ്യുക. എല്ലാത്തിനും മരങ്ങളാണ് യൂസ് ചെയ്യുക മിക്കതും. അതിനുശേഷം മാത്രമേ ഇവർ ഗ്യാസൊക്കെ യൂസ് ചെയ്യുള്ളൂ. നല്ല ചെറിയൊരു അടുക്കൊതുക്കുള്ള വീടാണെങ്കിലും നല്ല രസമാട്ടോ. ഇങ്ങനെ നടുക്കൂടി തന്നെ ഒരു ലൈന് പോകും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ റൂമുകളായിട്ട് അടിപൊളി നല്ലൊരു വീട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലെ കാഴ്ചകൾ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. ചേച്ചി പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കറി വെക്കാൻ വേണ്ടി പറിച്ചു കൊണ്ടുവന്ന കേട്ടോ. ബ്രിഞ്ചലാണിത്, വഴുതനയാണിത്. പുറത്തെ ചെടീൻ്റെ ഒന്ന് പറിച്ചുകൊണ്ടുവന്നാണ്. ഇനിയിപ്പം ചപ്പാത്തിയും ഇതും കൂടി വഴുതന കറിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്തായാലേ ഓരോ സാധനങ്ങൾ പുറത്തുനിന്ന് പറിച്ചുകൊണ്ട് വരും ഉണ്ടാക്കും. ഇത് നമ്മളെ മല്ലി പുതിന കേട്ടോ, ഇവിടെ തന്നെ ഉള്ളതാണ്. അതായത് ഇവർ പറിച്ചുകൊണ്ടുവന്ന് കയറുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ ഉള്ളിൽ നിന്നാട്ടോ പറിച്ചുകൊണ്ട് വന്നത്. അവിടെയൊക്കെ കുറേ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ചെറുതായിട്ട്. രാവിലെ തന്നെ ട്രക്കും കൊണ്ട് മണലൊക്കെ നിറച്ചിട്ട് പോകുന്നുണ്ടോ. എവിടത്തേക്കോ വീട് പണിയിലൊക്കെ കാര്യത്തിനാട്ടോ കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ റോഡാട്ടോ, മെയിൻ ഹൈവേൻ്റെ ഉള്ളിലോട്ട് വരുന്ന റോഡാണ്. അങ്ങോട്ടാണ് മെയിൻ ഹൈവേ വരുന്നത്. ഇത് ഗ്രാമത്തിലേക്കൊക്കെ പോകുന്ന റോഡ്. ഇവനിതാ പാല് കൊണ്ടുപോവാണ്. ഏതോ വീട്ടിലേക്ക് പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ തന്നെ ചെക്കനാണ്. ഞാൻ ക്യാ ബോൾതിയാ? രാജു. രാജു എന്നാട്ടോ പേര്. അപ്പോൾ സൈക്കിളും കൊണ്ട് ഇവിടെ പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അടുത്ത് തന്നെ ഇത് മറ്റേ നാരങ്ങേൻ്റെ കേട്ടോ, വേറൊരു ടൈപ്പ് നാരങ്ങയാണ്. നമ്മൾ നാട്ടിലുള്ള അങ്ങനത്തെ അല്ല, കുറച്ച് നീണ്ടിട്ടുള്ള ഒരു ടൈപ്പ് നാരങ്ങയാണ് വരികയില്ല. നമ്മൾ ഒക്കെ ഇവരുടെ സ്ഥലം തന്നെയാണ്. ഈ ഒരു കാണുന്ന സ്ഥലം മൊത്തം ഇവർ തന്നെയാണ്. കുറേ നാരങ്ങേൻ്റെ ഉണ്ട്. എനിക്കൊന്ന് കാട് പോലെ വളർന്നത് വല്ലതായിരിക്കും. പിന്നെ നമ്മളെ കവുങ്ങൊക്കെ ഇവിടെ എല്ലാ സ്ഥലത്തും, ഞാൻ ആശ്വസിച്ച് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കവുങ്ങിൻ്റെ ഒക്കെ കാര്യം. ചെറിയൊരു ഗ്രാമം, അതിലേക്ക് പോകുന്നൊരു വഴി ഇവിടെ താറ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഓഫ് റോഡ് എന്നാണ് പറഞ്ഞത്. ഇതാട്ടെ ഇവരെ വീട്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് കാണിച്ചിട്ടില്ലായിരുന്നു. നല്ലൊരു പ്രകൃതി ഭംഗിയാണ് ഇവിടെ കാണാൻ സാധിക്കാവുന്നത്. ഇന്ന് മഴയായതുകൊണ്ട് ഇന്നും ഇവിടെ നിൽക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. ചിലപ്പോൾ നിൽക്കില്ലേ നമ്മൾ പോവും. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഓടി കളിക്കുന്നുണ്ടോ. ഇവിടെ മരം സൂക്ഷിച്ചേക്കുന്ന സ്ഥലമാണിത്. കാരണം ഇവിടെ കൂടുതൽ മരം യൂസ് ചെയ്യുന്നുണ്ട് കത്തിക്കാരായിട്ട്. ഈ ഗ്യാസിനെക്കാട്ടി കൂടുതൽ ഇവർ മരമാണ് യൂസ് ചെയ്യുന്നത്. കാരണം പൈസ കുറച്ചെങ്ങനെ ജീവിക്കുക, അതാണ് ഇവരെ നോക്കുന്നത്. പാവങ്ങളാണ്, ചെറിയ ചെറിയ പണിക്കൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം പൈസ ഒക്കെ ഉള്ളൂ, ഭർത്താവില്ല, അതാണ് മെയിൻ സീന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തന്നെ നോക്കണം. ഇവരെ മോനും ഇവരും കൂടിയിട്ടാണ് ഈ കുടുംബം മൊത്തം കൊണ്ടുവന്നത്. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറച്ച് ഞങ്ങൾ പോകാനായിട്ട് ഒരുങ്ങുക കേട്ടോ. സൈക്കിളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു കയറ്റി വെച്ചത്. അഞ്ചൊക്കെ റെഡി. അഞ്ച് കുളിച്ചിന്ന്. എനിക്കിഷ്ടമല്ല വീഡിയോ എടുക്കുന്നത്. അഞ്ച് കുളിച്ച് എന്താ കണ്ട 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 മാസ്ക് ഇട്ട് പെട്ടെന്ന് സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേഗം പറഞ്ഞ് ഇറങ്ങാനുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഇറ്റാനഗറിലേക്കുള്ള യാത്രയാണ്. അരുണാചലിലെ ക്യാപിറ്റലാണ് ഇറ്റാനഗർ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചേച്ചീനൊക്കെ വിട പറഞ്ഞ് പോവാ കേട്ടോ. ബായ്. अच्छा से मिला हमको, थैंक यू सो मच. मेरा इसमें फोटो भेज दो ना. हाँ फोटो भेजेंगे. എന്താ ചെക്കനോട് ബായ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്.
ഈ ചേച്ചി ഈ ഡാലിയ പൂ വാങ്ങിച്ചത് 10 രൂപേന്റെ ചെടിയാട്ടോ. ചെറിയ ചെടിയാ. 10 रुपए का छोटा छोटा पुली जो 10 रुपया का था, लगा के अभी इतना बड़ा हो गया. ഓ ഇപ്പം വലിയതായി കേട്ടോ. നോക്കിക്കേ എന്ത് രസാ കാണാനെന്ന്. അപ്പൊ നമ്മള് വരുന്ന ഇറങ്ങാണ്. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ സാധനം. അതുപോലെ 2 പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ. സെറ്റ് പുതക്കെ പതിച്ചിട്ട് ഇരിക്കാൻ തണുപ്പായതുകൊണ്ട്. ഓക്കെ ബൈ. കബി ഫിർമിലേക്ക ബൈ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി അവിടുന്ന് ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു? ആ നല്ല മഴയായിരുന്നു രാവിലെ. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ നല്ല രസമുണ്ട് അല്ലേ? അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. ഇപ്പൊ കുറച്ച് ദൂരം ഇങ്ങനെ ഇന്ന് പോകാൻ വിചാരിക്കുന്ന പറ്റുന്നേ. ഓ എന്തായാലും പോയി നോക്കി നോക്കാം. അവിടുന്ന് നല്ല ആൾക്കാരായിരുന്നു. എന്ത് പറ്റിയ നിനക്ക്? എവിടെയാ? പിന്നെ ഒന്നുമില്ല. ഇവിടൊക്കെ കണ്ടോ ചെറിയ ചെറിയ രീതിയിൽ തീ ഇങ്ങനെ കളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടൊക്കെ ഉണ്ട്. വീടിന്റെ സൈഡിലൊക്കെ നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കാണാനും പറ്റും. നമ്മളൊരു ഗ്രാമത്തിൻ്റെ ഒക്കെ സൈഡിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടോ വീടൊക്കെ കണ്ടോ. മെയിൻ ഹൈവേ ഒന്ന് മാറി കിട്ടിയ സമാധാനം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ കണ്ടോ ടീ പ്ലാന്റേഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആട്ടോ. അതായത് ചെറുത് തുടങ്ങിയിട്ട് ഹെലീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹെലീം എന്ന് പറഞ്ഞ ടൗണാണിത്. ക്രിസ്ത്യൻ ചർച്ചൊക്കെ ഉണ്ട് ഇവിടെ. ഹെലീം ടീ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഗാർഡന്, ടീ ഗാർഡൻ ഇഷ്ടം വലിയൊരു ടീ ഗാർഡൻ ആണ്. അങ്ങനെ ഞങ്ങൾ വന്ന് ഗഹിഗാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഗഹിഗോൺ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഗാവ് എന്നാട്ടോ വായിക്കുക. കാറ്റൊക്കെ ഉണ്ട് രാവിലെ അല്ല കേട്ടോ, ഉച്ചയാവാറായിപ്പോൾ. ഇനി നമുക്ക് ഇറ്റാനഗറിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ എത്ര 15 കിലോമീറ്റർ അങ്ങനെ ബാക്കിയുള്ളൂ. അഞ്ചു കാലാവസ്ഥ എങ്ങനെയുണ്ട്? വെയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്ത് നല്ല മഴക്കാറാട്ടോ. ആ ഒരു ഭാഗത്ത് നമ്മളെ കൂടെ തന്നെ 3 പിള്ളേരൊക്കെ വരുന്നുണ്ട്. ഹായ്. സ്കൂളിൽ നിന്ന് വരിക കേട്ടോ. അഭി സ്കൂളിൽ നിന്ന് വരിക കേട്ടോ 3 പിള്ളേരും. स्कूल है? हाय ब्रो, बिग फैन. स्कूल है अभी? हाँ. वो एग्जाम कदम है ना? एग्जाम हो रहा है. ओ एग्जाम हो रहा है. कैसे एग्जाम? आज क्या एग्जाम है? आज साइंस है. साइंस. वो अच्छा लिखा? अच्छा लिखा. വെരി വരുന്നവയ്ക്ക് നമ്മളെ കണ്ടിട്ട് സ്ലോവാക്ക് എന്ന് പറഞ്ഞാട്ടോ. എന്നിട്ട് നമ്മളോട് തന്നെ വന്ന് ഒരു വണ്ടിയിലാട്ടോ ഇവരൊക്കെ യാത്ര. ഇവിടുത്തെ ഓക്കെ ബൈ. അവരുടെ വീടാന്ന് തോന്നുന്നുണ്ടത്. ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഈ സൈഡിലൊക്കെ. 5 കണ്ട ഈന മോളൊക്കെ ചാടി കയറി ഇരിക്കുക കേട്ടോ. എന്താ ചിളിക്കുന്നേ? മഴക്കാറായിട്ട് സന്തോഷിക്കുക. പക്ഷെ മഴ പെയ്താ ഇവള് ഓടും. കാണിച്ചെന്താ എന്തെന്നാ ഈയൽ എന്ന് പറഞ്ഞാൽ എന്താ? മയപ്പാറ്റയോ? ആ വെയിറ്റ് നോക്കിക്കേ. ഇവരെ കേത്താട്ടോ ഇത്. ഇവരെ കൃഷിയിടാണ്. അവിടെ വലിയൊരു ജപ്പാൻ കുടിവെള്ള പദ്ധതി അങ്ങനെ എന്തോ സാധനം പോകുന്നുണ്ട്. വലിയ പണിതുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. കുറേ ആടുകൾ മേയാൻ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ആടല്ല പശുക്കൾ. ഇതാ വേറൊരു പശു ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ നമ്മളോടിപ്പം ഇവിടെ കണ്ടിട്ട് കുറേ ആൾക്കാർ മീറ്റ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല ആൾക്കാരല്ലേ? പോകുന്ന വഴിക്കൊക്കെ നമ്മളെ കുറേ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓട്ടോ നിന്ന് ഇറങ്ങി വന്നാട്ടോ അവർ. കുറേ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. ആ സൈക്കിളിന് നിങ്ങളാരെങ്കിലും മറ്റേ എന്താ പറയുക നെൽപ്പാടം പോലത്തെ തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടോ? അതായത് നെൽപ്പാടം ഇങ്ങനെ കിടക്കും ഇങ്ങനെ വരിവരിയായിട്ട്. അതുപോലത്തെ തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടോ? ഇതാ കണ്ടോളി, ഫുള്ള് തേയിലത്തോട്ടാണ് ഇങ്ങനെ പരന്ന് കിടക്കുന്നേ. എൻ്റെ മോൻ എത്ര ദൂരാ നോക്കിക്കേ. അങ്ങ് വരെ പരന്ന് കിടക്കുക. തുമ്പപ്പൂവുണ്ട് കേട്ടോ. തുമ്പപ്പൂവിൻ ചോറും വെച്ച്
ഫുള്ള് തേയിലത്തോട്ടം പരന്ന് കിടക്കുന്നത്. പാടാവുന്നു. എന്ത് പാടം? മറ്റേ നെൽപ്പാടം. എന്നിട്ട് പച്ചക്കളർ താഴത്തേക്ക് നോക്കുന്നുണ്ട് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന തേയിലത്തോട്ടം. എന്ത് ഭംഗിയാലേ. നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണാനേ പറ്റൂല. എന്തുകൊണ്ടാ? അവിടുത്തെ മണ്ണ് വേറേതാ. ഇവിടുത്തെ മണ്ണിൽ നമ്മള് ഇങ്ങനെ പൊന്മുട്ട ഇടുന്ന താറാവാണ്. ഒരു സൈഡില് മറ്റേ തേയിലത്തോട്ടം, അപ്പുറ സൈഡില് മറ്റേ നെല്ലിന്റെ പാടാ. അതെ, ഇതാണ് ഇവിടുത്തെ ഇത് തോട്ടം എന്ന് പറയുന്നത്. പൊന്മുട്ട ഇടുന്ന താറാവ്. പക്ഷെ മഴ വന്നാൽ ഇത് മൊത്തം വെള്ളത്തിലായിരിക്കും. അതാണ് പ്രശ്നം. ഇവിടെ അരുണാചലുള്ള വെള്ളവും പിന്നെ മേഘാലയയുള്ള വെള്ളം, നാഗാലാൻഡിലെ വെള്ളം, എല്ലാ വെള്ളം കൂടിയിട്ട് അടിഞ്ഞു വരുന്നത് എവിടെയാ? ഈ ആസാമിലാണ്. കാരണം ആസാം പ്ലെയിൻ ഏരിയ ആണ്. അവിടെയാണ് ഇതൊക്കെ കിടക്കുന്നത്. സീറോയിലെന്താ പോവാത്തത്? ഇവിടെ കാല് നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. കയറ്റങ്ങളാണ്. നമ്മള് നേപ്പാളിൽ പോയപ്പോ ഒരു 10 കിലോമീറ്റർ ഇല്ലെങ്കിൽ 5 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അരുണാചലിൽ കയറിയത് എങ്ങനെയാണല്ലേ? ഭയങ്കര പാടാട്ടോ. 10-30 കിലോമീറ്ററിന്റെ അപ്പുറമൊക്കെയാണ്. നിൽക്കാൻ പോലും ഇടയില്ല. ഭയങ്കര പണിയാട്ടോ. അതുകൊണ്ട് തന്നെ മഴയുള്ള സമയത്തുകൊണ്ട് ഞങ്ങൾ സീറോ പോക്ക് ഒഴിവാക്കിയിട്ട് ലഖീംപൂറിലേക്ക് പോയിട്ട് മജോളി ഐലാൻഡൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പം നമ്മൾ ഗോപൂർ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. സൈഡിലൊക്കെ നമുക്ക് മാർക്കറ്റൊക്കെ കാണാൻ പറ്റും. ചെറിയ നമ്മളിങ്ങനെ ഗോപൂർ എത്തിയിരിക്കുകയാണ്. ഗോപൂർ എന്ന് പറഞ്ഞ വലിയൊരു ടൗണിലാട്ടോ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മളെ ഇറ്റാനഗറിലേക്കും സീറോയിലേക്കൊക്കെ പോകുന്ന വഴി എന്ന് പറയുന്നത്. ഞങ്ങൾ സീറോ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ലഖീംപൂറിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. നേരെയാണ് നമുക്ക് പോകാനുള്ളത്. ലഖീംപൂരിലേക്ക് പോകുന്ന വഴി താഴെ കൂടി കാണുന്ന വഴി കേട്ടോ. ആ ഒരു കാണുന്ന വഴി വളഞ്ഞു പോകണം. നേരെ പോകുന്നത് സീറോയിലേക്കാട്ടോ. അപ്പോൾ നമ്മൾ സീറോയിലേക്കല്ല പോകുന്നത്. ലെഫ്റ്റ് സീറോയിലേക്കാണ് നേരെ പോകുന്നത്. നേരെ പോകുന്നത് സീറോ, ലെഫ്റ്റിലേക്ക് ലഖീംപൂർ. സീറോയിലേക്ക് പോകുന്നില്ല നമ്മൾ. ലഖീംപൂരിലേക്ക് ഇനി 80 കിലോമീറ്റർ ആട്ടോ ഉള്ളത്. നേരെയാണ് റോഡ്. ഈ റോഡ് ഇതിന് മാത്രം പണിതാണ് കേട്ടോ. ഈ മെയിൻ ഹൈവേന്ന് വളഞ്ഞിട്ട് ഇങ്ങനത്തേക്ക് മാത്രമാണ് ഈ റോഡുള്ളൂ. ഇവിടെ ഒരു ഡിസ്റ്റ് സംഭവിച്ച് 4 വരി പാത മാറിയിട്ടാ ഒരുമാതിരി ഊള റോഡ് എത്തിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനത്തെ റോഡേ നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ ഫുള്ള് വണ്ടികളാട്ടോ. ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്ന ഒരു മെയിൻ റോഡാണിത്. ഇപ്പം നിങ്ങൾ കാണാനായിട്ടാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്തപ്പം പറഞ്ഞ് ഇഷ്ടംപോലെ വണ്ടികൾ പോകും. ഇറ്റാനഗറിലേക്കായിരുന്നു 4 വരി പാത. ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ കൂടെ ആട്ടോ പോകുന്നത്. ഫുള്ള് ഗ്രാമമാണ് നമ്മൾ പോകുന്നത്. ഈ ഗ്രാമം എന്ന് പറയാൻ പറ്റൂല. അടുപ്പിച്ച് ഇഷ്ടം പോലെ വീടുകളാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റിയതാ. ഈ ഒരു ഭാഗത്താണെങ്കിലും ഫുള്ള് വീടുകളാണ്. ചെറിയൊരു റോഡും ഈ NH ആയില്ല എന്നേ ഉള്ളൂ. NH തന്നെയാണ് പക്ഷേ NH അല്ല, അങ്ങനെയും പറയാൻ പറ്റും. ചെറിയ റോഡാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നില്ലേ, അതിന് മുമ്പുള്ള റോഡില്ലേ, അതുപോലത്തെ റോഡാണ്. 2 സൈഡിലും വീടുകളും അങ്ങനത്തെ കുറേ കടകളും എല്ലാം കാണാൻ പറ്റും. ഇതുണ്ടോ വീടുകളൊക്കെ ആട്ടോ ഇത്. നമ്മൾ നേരെ പൊക്കോണ്ടിരിക്കുക. ഫുള്ള് വണ്ടികളാട്ടോ. ഭയങ്കര റഷുമാണ്. വണ്ടികളൊക്കെ ഒരുമാതിരി എന്താ പറയുക, വൃത്തിയായിട്ട ഡ്രൈവിംഗ് ഇല്ലേ, ആ ഒരു ഡ്രൈവിംഗാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പ് കൂടെയൊക്കെ അടിച്ചു വിട്ടിട്ട് കുളങ്ങളൊക്കെ കണ്ടോ, മീനൊക്കെ വളർത്തുന്നത്. ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വന്ന കേട്ടോ. ഞാൻ സ്ഥലം കാണിച്ചു തരാം. നമ്മളിതുവരെ വന്നതിൽ വെച്ചിട്ട് ഫുള്ള് മാറ്റമുള്ള ടൈപ്പ് സ്ഥലമാട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത്. സൈക്കിൾ ഇവിടെ ആട്ടോ പാർക്ക് ചെയ്തിരുന്നത്. ചെറിയൊരു ടൗൺ പോലത്തെ ഏരിയ ആണ് ഇത്. നമ്മൾ ശരിക്കും ഇപ്പോൾ അപ്പർ ആസാമിലാണ് കയറിയിരിക്കുന്നത്. മൊത്തം മാറ്റമുണ്ട് കേട്ടോ. റോഡിലാണെങ്കിലും ആൾക്കാരിലാണെങ്കിലും സംസാരമാണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ്. ഇത് അഞ്ചു ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് കിളിപോയിരിക്കുന്നുണ്ടോ. എന്ത് പറ്റി? തണുപ്പിന്ന് മഴ പെയ്തിട്ടാ, വേറൊന്നുമല്ല. ഇല്ലേ നല്ല ചൂടായിരിക്കും. ഓഫ് റോഡ് സൈക്കിൾ ആയതുകൊണ്ട് തുള്ളിച്ചാടി അങ്ങ് പോകും. എൻ്റെ സൈക്കിൾ പോലെയല്ല. എൻ്റെ സൈക്കിൾ നേരെയുള്ള റോഡ് കൂടി നല്ല രീതിയിൽ പോകുള്ളൂ. എൻ്റെ ഇങ്ങനത്തെ റോഡ് ഭയങ്കര കഷ്ടപ്പാടാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് സീൻ സ്ഥലം കേട്ടോ. ഏതോ സ്ഥലത്തെത്തിയ പോലെ ഇല്ലേ പെട്ടെന്ന്. ആസാമിൻ്റെ 3ാമത്തെ പാർട്ടിലാണ് വന്നിരിക്കുന്നത്. ചായയൊക്കെ വന്നിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ടാ ചായ? നല്ലതല്ലേ? ആ അച്ഛാ हाँ इधर का है ना.
ഓ നീ ചായ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ നിന്ന സ്ഥലവും വന്ന കാഴ്ചകളും ഗ്രാമമൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അടുത്ത നല്ല കാഴ്ചകളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുന്ന് ലക്കിംപൂരിൽ ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചാൽ കേരളത്തിലൊക്കെ വന്നിട്ടുള്ളൊരു ചങ്ങായിയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. നല്ല അടുത്ത ഗ്രാമക്കാഴ്ചകൾ നല്ല വീഡിയോ ആയിരിക്കുന്നത് അടുത്തേക്ക് പ്രതീക്ഷിക്കുന്നത് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ അടുത്ത കാഴ്ചകളുമായി കാണുന്നവരാണ്. ബൈ.